ഇങ്ങനെ ഒരു താലപ്പൊലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുന്തിരി, ജിലേബി, ലഡു, ഇങ്ങനെ മുട്ടായി, സ്വീറ്റ്സ് ഇതൊക്കെ ആയിട്ട് പോകുന്ന കുറച്ചുപേരെ കണ്ട് ഞാൻ വീഡിയോ പിടിച്ചതാണ്. അതിന്റെ കൂടെ തന്നെ അതിഗംഭീരമായ ശിവപാർവതി നൃത്തം കൂടിയുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഘോഷയാത്ര കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി, അങ്ങനെ ഒന്ന് കണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു താലപ്പൊലിയും കൂടി കണ്ട് ആ താലപ്പൊലി എടുക്കുന്ന ഐറ്റംസും എല്ലാം കൂടിയൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ഞാൻ എടുത്തതാണ്. ഈ ഒരു ക്ഷേത്രം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വക്കത്താണ്. വക്കത്ത് പക്കിയന്റെ വിള ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അതും ഈ ഒരു ഘോഷയാത്ര രാവിലെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ ഈ ഉത്സവത്തിനൊക്കെ വൈകിട്ടല്ലേ, അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടല്ല, നവാഹം യജ്ഞം നടക്കുവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ശിവപാർവതി നൃത്തവും താലപ്പൊലിയൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായ ഒരു ഘോഷയാത്ര. അത് ഈ പോകുന്ന വഴികളാണ്, നമ്മുടെ ഈ നാട്ടിൻ പുറത്ത ഒരു കുഞ്ഞു സ്ഥലമാണ് ഇത്. അപ്പോൾ ആ ഒരു വക്കത്ത് അകത്തോട്ടൊക്കെ ഉള്ള വഴി കൂടിയൊക്കെ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് ശിവനും പാർവതിയും ഡാൻസ് ഒക്കെ കളിച്ച് താലപ്പൊലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കണ്ട നമ്മുടെ ശിവഭഗവാനും ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കണ്ടില്ലേ ഇവിടെ ഈ ബസ് ഇറങ്ങി വരുന്നവര് ഇത് കണ്ടങ്ങ് ഞെട്ടി കേട്ടാ. കൊണ്ടുവന്ന് നിർത്തിയതും ശിവനും പാർവതിയും ഡോറ് തുറന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ കുറെ പേര് അത് കണ്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുമായിരുന്നു. ഇവരിവിടെ നിന്ന് ഇങ്ങനെ ഡാൻസും കളിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാനും അങ്ങോട്ട് ചെന്നത്. അപ്പം അതിൻ്റെ പുറകിലായിട്ട് താലപ്പൊലിയും വിളക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് തോന്നിയത്. ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്തതാണ് ഇത് ക്ലിക്ക് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഇത് ഓരോ ഇടവഴി കൂടിയൊക്കെ ഇങ്ങനെ കയറി പോവുക. രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി പോയി വളഞ്ഞ് അങ്ങ് അകത്താണ് ക്ഷേത്രം വരുന്നത്. അപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ മുറ്റം വരെ പോയില്ല. അപ്പം ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് കണ്ടില്ലേ, ആൾക്കാരൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി നോക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് രാവിലെയാണ്, വൈകിട്ടല്ല. ഇപ്പോൾ ഉത്സവമാകുമ്പോൾ ഇതിലും വലിയ എഴുന്നള്ളത്താണ് ഇവിടെ വരുന്നത്. ഇത് യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സപ്താഹം നടക്കൂലേ, അതേപോലത്തെ യജ്ഞം. ഏതായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കാഴ്ചയെല്ലാം നമ്മുടെ ഗ്രാമീണ കാഴ്ചകളാണ് അവിടുത്തെ ഉത്സവങ്ങളുടെയൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതായാലും കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുമാരെ സൈനിങ് ഔട്ട്.